ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കുട്ടനാടൻ താറാവ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? താറാവ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ തൂക്കമുള്ള താറാവ് കഷ്ണങ്ങളാണ്. കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ശകലം നാരങ്ങാനീരും ചേർത്ത് നമുക്കിത് കുക്കർ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3 വിസിൽ നമുക്കിത് കേൾക്കണം, എങ്കിലേ താറാവ് വെന്ത് കിട്ടത്തുള്ളൂ. റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു 3-4 അല്ലി, ഇതെല്ലാം നമ്മൾ ചോപ്പ് ചെയ്തതാണ്. കൂടാതെ കുഞ്ഞുള്ളി 4ആയിട്ട് കീറിയതാണ്. പച്ചമുളക് 3 സ്ലൈസ് ചെയ്തത്, 2 മീഡിയം സവാള സ്ലൈസ് ചെയ്തത്. റോസ്റ്റ് ചെയ്യാനായി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കുകയാണ്. അതിലേക്ക് ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എണ്ണ ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. കൂടാതെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ്. കൂടാതെ 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി, പച്ചമുളക്, സവാള എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പും ചേർത്ത് നമുക്ക് ഇതൊന്നുകൂടെ ഇളക്കിയെടുക്കാം. ഉപ്പ് ചേർക്കുന്നത് ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഓൾറെഡി താറാവ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് 3 വിസിൽ ഓണം നമുക്ക് കേട്ടാൽ മാത്രമേ അത് വേഗത്തുള്ളൂ. നാടൻ താറാവാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം താറാവ് കുക്കറിൽ ഒരു 20 മിനിറ്റോളം നമ്മൾ എയർ പോകാതെ ഹീറ്റ് ചെയ്യണം. ആവശ്യമെങ്കിൽ നമുക്കിതിൽ തക്കാളിയും ചേർക്കാം. നമ്മളിവിടെ തക്കാളി ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ചേറെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ താറാവ് വേവിക്കാൻ വെച്ചിരുന്ന ആ വെള്ളം തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ്സാണ് ഗ്രേവിയിൽ കാണുന്നത്. താറാവിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി ഒരു 1/2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. താറാവ് റോസ്റ്റ് എന്ന് പറയുന്നത് ആലപ്പുഴക്കാരുടെ ഒരു പ്രത്യേക ഹരം തന്നെയാണ്. താറാവ് റോസ്റ്റിൻ്റെ മെയിൻ കണ്ടൻ്റായ നമ്മുടെ കുരുമുളക് പൊടി, അത് 1 ടീസ്പൂണോട് നമ്മൾ ചേർക്കുകയാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ താറാവ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കായിട്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.